ഹലോ, ഡോക്ടർ 5 മണിക്ക് തന്നെ സിസ്റ്റർ ശാന്തയുമായി കാറ് പുറത്തേക്ക് പോയിരാ. എവിടെ പോയെന്നറിയാമോ? എവിടെ പോയെന്ന് അറിയത്തില്ല. വെക്കട്ടെ. ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു രാധേ? പുറപ്പെട്ടു 5 മണിക്ക് തന്നെ. പക്ഷെ വീട്ടിലേക്കല്ല. പിന്നെ ആ ശാന്തയുടെ കൂടെ കാറിൽ പോയി. ദിവസം ചേട്ടൻ ഇത് തന്നെ ജോലി. വീട്ടിലെ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയുമില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയില്ല രാധ. ചേട്ടനൊരു ഡോക്ടറല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്നുണ്ടോ ഇങ്ങനൊരു അത്യാവശ്യം? ആ ശാന്തയുടെ കൂടെ കാറിൽ ചുറ്റുന്നതാണോ അത്യാവശ്യം? വലിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഒന്നും മിണ്ടാതിരിക്കും. എങ്ങനെ മിണ്ടാതിരിക്കും? ആശുപത്രിയിൽ നിന്ന് പുച്ഛമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത്. ചേട്ടൻ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. രാധേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ചേട്ടൻ വന്നാൽ നീ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ ദിവസം ഉടുത്തൊരിഞ്ഞിരുന്നു. എനിക്കെന്താ? ശ്രീദേവി, ഉറക്കം വരുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാണ്? എന്താ സുഖമില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ, എന്തു പറ്റി? ഏതോ പേടി സ്വപ്നം കണ്ടതുപോലെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ എങ്ങനെ മനസ്സിൽ സ്വസ്ഥത കിട്ടാനും? എന്തോ എനിക്കറിഞ്ഞൂടാ. വഴി നമുക്ക് കിടക്കാം. നിൽക്കൂ, നീ എന്തോ എന്നൊന്നും മറച്ചു വെക്കുന്നുണ്ട്. പറയൂ, കാര്യം എന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ. ആരോ ചേട്ടനെ ഇതിൽ നിന്ന് അകറ്റുന്നതായി, ചേട്ടന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നൽ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോനെയും നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെ പോകാൻ? അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതുവരെ പോകാൻ കഴിഞ്ഞു. ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു. ഈ മറുപടിക്ക് വേണ്ടിയല്ല ദിവസവും ഞാൻ കാത്തിരുന്നത്. എന്റെ ഈ ദേവനുമായി വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ശരി, ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നാളെ വൈകുന്നേരം പോകാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കും. പോരെങ്കിൽ നാളെ വിഷുവാണ്, വരാതിരിക്കുന്നു. ഓ, വിഷുവാണോ? അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. സമ്മതിച്ചു, യാതൊരു മാറ്റവുമില്ല. ഡോക്ടർ വിളിച്ചോ? വിളിച്ചു. ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടിയെ നോക്കിയിട്ട് എനിക്ക് അതുവഴി വീട്ടിലേക്ക് പോകാം. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. ഇന്നലെ കുഞ്ഞിന് അല്പം കൂടുതലായിരുന്നു. രോഗമറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു. അതിന്റെ റിയാക്ഷനാണ്. ഭയപ്പെടാമൊന്നുമില്ല. വരും. ചേച്ചി, വിഷുവിന് തയ്ച്ച തുണിയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ദാ വരുന്നു. ഡോക്ടറെ വീട്ടിലെ പതക്കം വേടാ. ഓടിക്കടാ, ഈ ഉടുപ്പ് നല്ലപോലെ ചേരുവല്ലേ? നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകുമ്പോ ഇത് ഇടിപ്പിക്കാം. ചേട്ടൻ വന്നിട്ട് വേണ്ടേ പോകാൻ? ചേട്ടൻ സമയത്തിന് വരത്തുമില്ല, പോക്കും നടക്കത്തില്ല. ശ്രീദേവി, തുണി കരിയുന്ന മണം വരുന്നല്ലോ. ശരിയാണമ്മേ, ഇവിടെയും തുണി കരിഞ്ഞിട്ടില്ല. ഹലോ, ഹോസ്പിറ്റലല്ലേ? ഞാൻ
രാധയാണ്. ചേട്ടനൊന്ന് വിളിക്കൂ, ഒന്ന് വേഗം വിളിക്കൂ. ഇല്ലേ അമ്മേ? എന്താ മോളെ? ചേട്ടൻ അവിടെ ഇല്ലമ്മേ. ആ നശിച്ച് ശാന്തിയുമായി പുറത്തു പോയിരിക്കുകയാണ്. മോളെ വേറെ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കും മോളെ. കുഞ്ഞിനെന്ത് പറ്റി ശ്രീദേവി? ശ്രീദേവി, ഞാനാ ചോദിക്കുന്നത് കുഞ്ഞിനെന്ത് പറ്റിയെന്ന് പറയൂ. റോഡിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിലേതോ വന്ന് വീണ് തൊട്ടിലിന് തീ പിടിച്ചു പോയത്. കുഞ്ഞിനെ ആരാ നോക്കിയത്? ഡോക്ടർ സോമൻ. ചേട്ടൻ നേഴ്സ് ശാന്തിയുമായി പുറത്തേക്ക് പോയെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു. കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോഴും അടുത്ത് ആരെങ്കിലും ഇരിക്കേണ്ടതല്ലേ? കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ശ്രീദേവി എവിടെ പോയിരുന്നു? അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ കുഞ്ഞിനെ നോക്കുമോനെ? ഹലോ, ഉണ്ട്. ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. ചേട്ടാ, നേഴ്സ് ശാന്തിക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഹലോ. ഓഹോ. ശരി. ചേട്ടാ, ഇപ്പൊ തന്നെ പോണോ?